ഹലോ അസ്സലാമു അലൈക്കും വെൽക്കം ബാക്ക്. ഇന്ന് ഞാൻ വെറൈറ്റി ആയിട്ടുള്ള സിമ്പിളായിട്ടുള്ള നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു പുഡിംഗ് റെസിപ്പിയാണ് കേട്ടോ ഞാൻ കാണിക്കാനായിട്ട് പോകുന്നത്. ഒരുപാട് ടൈമൊന്നും സ്പെൻഡ് ചെയ്യാതെ തന്നെ നമുക്ക് ഈ ഒരു പുഡിംഗ് ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ നട്ടി ബബിൾ പുഡിംഗ് ആണ് കേട്ടോ ഞാൻ തയ്യാറായി. മുന്നേ ഞാൻ നട്ടി ബബിൾ പുഡിങ്ങിൻ്റെ റെസിപ്പി ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത്രയൊന്നും പണിയില്ല, തീയൊന്നും കത്തിക്കേണ്ട, വളരെ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു പുഡിംഗ് റെസിപ്പിയാണ് ഇന്നിവിടെ ഷെയർ ചെയ്യുന്നത്. അപ്പോൾ നല്ല ടേസ്റ്റുമാണ് കേട്ടോ. അപ്പോൾ ഇതെങ്ങനെയാണ് ചെയ്തെടുക്കുന്നത് നമുക്ക് കണ്ടു നോക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ആദ്യം ഒരു ബൗൾ എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഞാനിവിടെ ആദ്യം 2 ടേബിൾ സ്പൂണ് ബൂസ്റ്റ് പൗഡർ ഉണ്ടല്ലോ അതിട്ട് കൊടുക്കുകയാണ്. ഒരു 5 രൂപയുടെ ഒരു പാക്കറ്റ് വാങ്ങിയാൽ മതി. 5 രൂപയുടെ പാക്കറ്റിൽ നിന്ന് 2 ടേബിൾ സ്പൂൺ, അത് ടോട്ടൽ ഒരു 3 ടേബിൾ സ്പൂൺ ഉണ്ടാവും. അതിൽ നിന്ന് 2 ടേബിൾ സ്പൂൺ എടുക്കുക. എന്നിട്ട് അതിലേക്ക് നല്ല തിളച്ചിട്ടുള്ള പാല് 1 കപ്പ് അതിലേക്ക് ചേർത്ത് കൊടുക്കുക. നല്ല ചൂടുള്ള പാൽ ഒഴിച്ച് കൊടുക്കുക. എന്നാലേ ആ ഒരു ബൂസ്റ്റ് പൗഡറൊക്കെ നന്നായിട്ട് തന്നെ അതിൽ മെൽറ്റായിട്ട് വരുള്ളൂ. പിന്നെ നമുക്കതിലേക്ക് മധുരത്തിന് വേണ്ടിയിട്ട് ഞാനിവിടെ കണ്ടൻസ് മിൽക്കാട്ടോ ആഡ് ചെയ്ത് കൊടുക്കുന്നത്. 2 ടേബിൾ സ്പൂൺ കണ്ടൻസ് മിൽക്ക് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് കണ്ടൻസ് മിൽക്ക് വേണ്ടാന്നുണ്ടെങ്കിൽ പഞ്ചസാര ആഡ് ചെയ്ത് കൊടുത്താലും മതി. കണ്ടൻസ് മിൽക്ക് ആകുമ്പോൾ ഒന്നുകൂടെ നല്ല ടേസ്റ്റ് ആയിരിക്കും കേട്ടോ നമ്മുടെ ഈ ഒരു പുഡിങ്ങിന്. അപ്പോൾ അത്രയും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതവിടെ മാറ്റി വെക്കാം. ഇനി നമുക്കിതിലേക്ക് കുറച്ച് വിപ്പിംഗ് ക്രീം ആവശ്യമായിട്ട് വരുന്നുണ്ട്. ഞാനിവിടെ 1/2 കപ്പ് വിപ്പിംഗ് ക്രീം ആയിട്ട് എടുത്തിട്ടുള്ളത്. അപ്പോൾ അരക്കപ്പ് തന്നെ മതിയാവും ഈ ഒരു അളവിലേക്ക്. അപ്പോൾ 1/2 കപ്പ് വിപ്പിംഗ് ക്രീം എടുത്തിട്ട് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കുകയാണ്. പിന്നെ ഇതിലേക്ക് നമുക്ക് കേക്കിനൊക്കെ ചെയ്യുന്ന പോലെ നല്ല സ്റ്റിഫായി എടുക്കേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ. അപ്പോൾ ജസ്റ്റ് അതൊന്ന് ബീറ്റ് ചെയ്തെടുക്കുക. നല്ല സ്റ്റിഫാകുന്ന വരെ ഒന്ന് ജസ്റ്റ് ഒന്ന് ബീറ്റ് ചെയ്തെടുക്കുക. ഇനി ഇതിലേക്ക് ടേസ്റ്റിന് വേണ്ടിയിട്ട് നമുക്ക് കണ്ടൻസ് മിൽക്ക് ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഞാനിവിടെ 1 ടേബിൾ സ്പൂൺ കണ്ടൻസ് മിൽക്ക് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ നമുക്ക് ബൂസ്റ്റ് പൗഡർ, അപ്പോൾ ഒരു പാക്കറ്റിൽ നിന്ന് ബാക്കിയുള്ളത് 1 ടേബിൾ സ്പൂൺ ഉണ്ടാവും, അതുകൂടെ അതിലേക്ക് ചേർത്തിട്ട് ഒന്നുകൂടെ നന്നായിട്ടൊന്ന് മിക്സ് ആകുന്ന വരെ ഒന്ന് ബീറ്റ് ചെയ്തെടുക്കുക. ഈ ഒരു ക്രീമിന് തന്നെ നല്ലൊരു ടേസ്റ്റാണ് കേട്ടോ ഈ ബൂസ്റ്റ് പൗഡറും കണ്ടൻസ് മിൽക്കൊക്കെ ചേർക്കുന്നത്. അപ്പോൾ അതവിടെ മാറ്റി വെക്കുക. ഇനി നമുക്ക് കുറച്ച് നട്ട്സ് വേണം. ഞാൻ വേണ്ട അണ്ടിപ്പരിപ്പും ബദാമും എടുത്തിട്ടുണ്ട്. ഇങ്ങനെ ചോപ്പ് ചെയ്തിട്ട് എടുത്തിട്ടുണ്ട്. നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് എടുക്കാം കേട്ടോ. പിന്നെ കുറച്ച് ചോക്കോ ചിപ്സ്, ഡാർക്ക് ചോക്ലേറ്റിൻ്റെ ചോക്കോ ചിപ്സ് കൂടെ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നത്. വൈറ്റ് ചോക്കോ ചിപ്സ് ഉണ്ടെങ്കിൽ അതും ഇട്ട് കൊടുക്കുക കേട്ടോ. നമ്മൾ നട്ട് ബബിൾ കേക്കിനൊക്കെ ഇതും ഇങ്ങനെ മിക്സ് ചെയ്തിട്ട് എടുക്കുമല്ലോ, അപ്പോൾ അതേപോലെ തന്നെ ഇതിനും എടുക്കുക. പിന്നെ നമ്മൾ ബ്രെഡ് വെച്ചിട്ടാണ് ഈ ഒരു പുഡിങ് സെറ്റ് ചെയ്തെടുക്കുന്നത്. അപ്പോൾ ചെറിയൊരു ട്രേ എടുത്തിട്ട് അതിലേക്ക് ഇങ്ങനെ ബ്രെഡ് 4 സ്ലൈസ് ബ്രെഡ് ഇങ്ങനെ നിരത്തി കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നമ്മുടെ ഈ ഒരു ബൂസ്റ്റ് മിക്സ് വെച്ചിട്ട് ഒന്ന് സോക്ക് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മളിപ്പോൾ ഇവിടെ 1 കപ്പ് പാലാണല്ലോ എടുത്തത്. 1 കപ്പ് മുഴുവനായിട്ട് ഇതിലേക്ക് വേണ്ടി വരില്ല കേട്ടോ. പിന്നെ നമ്മൾ എടുക്കുന്ന ലെയേഴ്സിനനുസരിച്ചാണ്. ഇപ്പോൾ 3 ലെയറൊക്കെ നിങ്ങൾ കേക്ക് സെറ്റ് ചെയ്തെടുക്കുന്നുണ്ടെങ്കിൽ 1 കപ്പ് വേണ്ടി വരും. ഇതൊരു 3/4 കപ്പോളൊക്കെ ഏകദേശം വേണ്ടി വരുള്ളൂ. എന്നിട്ട് അതിൻ്റെ മുകളിലായിട്ട് നമ്മുടെ ക്രീം ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. ഞാനിവിടെ 2 ലെയറായിട്ടാണ് കേട്ടോ ഈ ഒരു പുഡിങ് ചെയ്തെടുക്കുന്നത്. എന്നിട്ട് അതിൻ്റെ മുകളിൽ വീണ്ടും നമുക്ക് ഇങ്ങനെ ഈ ഒരു സംഭവങ്ങളൊക്കെ ഉണ്ടല്ലോ, നമ്മൾ നട്ട്സും അതൊക്കെ ഉള്ളത്, അതൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് അതിൻ്റെ മുകളിൽ വീണ്ടും നമുക്ക് ബ്രെഡ് വെച്ച് സെറ്റ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇത് ചെറിയ ട്രേ ആണ്. വലിയ ട്രേ ആണെന്നുണ്ടെങ്കിൽ ഇതിലേറെ ബ്രെഡും വേണ്ടി വരും, ഇതിലേറെ മിൽക്കും വേണ്ടി വരും കേട്ടോ. അപ്പോൾ അതാ ഇതുപോലെ സോക്ക് ചെയ്തെടുക്കുക. നമ്മൾ എടുക്കുന്ന ട്രേക്കൊക്കെ അനുസരിച്ച് നിങ്ങൾ പാലിൻ്റെ അളവൊക്കെ കൂട്ടി കൊടുത്താൽ മതി. അപ്പോൾ ഇതുപോലെ സോക്ക് ചെയ്തിട്ട് എടുക്കുക. അപ്പോൾ നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും ബ്രെഡിൽ ഈ ഒരു ബൂസ്റ്റ് മിക്സൊക്കെ സോക്ക് ചെയ്തെടുക്കുന്ന സമയത്ത്. അപ്പോൾ ഇത്രയും മതി, ഇത്രയും ഞാൻ ബാക്കി വെക്കുന്നുണ്ട്. എന്നിട്ട് അതിൻ്റെ മുകളിലായിട്ട് ക്രീം സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. ബാക്കിയുള്ള മുഴുവൻ ക്രീമിനും ടോട്ടൽ 1/2 കപ്പ് ക്രീമാണല്ലോ എടുത്തത്. ബാക്കിയുള്ളത് മുഴുവനും ഇതിൻ്റെ മുകളിലായിട്ട് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. ജസ്റ്റ് എല്ലാ ഭാഗവും ഒന്ന് ലെവലാക്കി കൊടുക്കുക കേട്ടോ. അപ്പോൾ ഇത് നമ്മൾ ശരിക്കുള്ള നട്ടി ബബിൾ പുഡിങ് ഇതല്ല കേട്ടോ. ഇത് ഞാൻ ചുമ്മാ ഒരു സാമ്പിളിന് ഉണ്ടാക്കി നോക്കിയതാണ്. പക്ഷെ നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ. ബ്രെഡ് വെച്ച് ചെയ്യുമ്പോൾ നല്ല ഈസി ആയിട്ട് നമുക്ക് ചെയ്തെടുക്കാൻ പറ്റുമല്ലോ. അതുകൊണ്ട് നല്ല ടേസ്റ്റ് ഉണ്ട്. അപ്പോൾ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റുന്ന, പെരുന്നാളിനൊക്കെ സമയമില്ലെങ്കിലൊക്കെ ഇതുപോലെ ഒന്ന് തയ്യാറാക്കി നോക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ക്രീം ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഡെക്കറേഷൻ്റെ ടൈമാണ്. നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ ഡെക്കറേറ്റ് ചെയ്യാം. ബാക്കിയുള്ള നട്ട്സൊക്കെ വെച്ചിട്ട് ഞാൻ ഇതുപോലെ 4 ഭാഗത്തും ഇങ്ങനെ ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ അതിൻ്റെ സെൻറ്ററിലായിട്ട് നമുക്ക് ബൂസ്റ്റ് പൗഡർ വെച്ചിട്ട് ഒന്ന് ഡെക്കറേറ്റ് ചെയ്തെടുക്കാം. പിന്നെ നിങ്ങൾക്ക് നട്ടി ബബിൾ കേക്കിനൊക്കെ ബബിൾസ് പോലെ ചോക്ലേറ്റ് ഗനാഷൊക്കെ വെച്ചിട്ട് ഇങ്ങനെ ബബിൾ ഉണ്ടാക്കുമല്ലോ, അങ്ങനെ വേണമെന്നുണ്ടെങ്കിൽ അങ്ങനെയും ചെയ്യാം. അപ്പോൾ ഞാനിപ്പോൾ അതൊന്നും ചെയ്യുന്നില്ല കേട്ടോ. സെൻറ്ററിൽ മാത്രം ഇങ്ങനെ ഈ ബൂസ്റ്റ് പൗഡർ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ബൂസ്റ്റ് പൗഡർ ഇങ്ങനെ ഇപ്പോൾ നല്ല രീതിയിൽ കിട്ടും. കുറച്ച് കഴിയുമ്പോഴേക്ക് അത് വേറെ രീതിയിൽ ഞാൻ കാണിച്ചു തരാം. ഇപ്പോൾ അതായത് ഇതുപോലെ നല്ല ഒരു രീതിയിലാണ് നമുക്ക് കിട്ടുക. പിന്നെ അത് തണുത്ത് വരുമ്പോൾ ആ ബൂസ്റ്റ് പൗഡറൊക്കെ ഒന്ന് മെൽട്ടായിട്ട് വേറൊരു ഡിസൈനിൽ നമുക്ക് കിട്ടും. ഇപ്പോൾ അതുകൊണ്ടോ ഒന്നുകൂടെ മെൽട്ടായി ഒന്നും കൂടെ ഒരു നട്ട്സൊക്കെ ഒന്നും കൂടെ ഒന്ന് കാണുന്ന രീതിയിലായിട്ട് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇത് നന്നായിട്ട് സെറ്റ് ചെയ്ത് 4 മണിക്കൂർ ഫ്രിഡ്ജിൽ വെച്ചിട്ട് സെറ്റാക്കി എടുത്താൽ മതി കേട്ടോ. നന്നായിട്ട് തണുക്കുകയാണെങ്കിൽ അത്രയും ടേസ്റ്റ് ആയിരിക്കും. ബ്രെഡിലൊക്കെ നന്നായിട്ട് അതൊക്കെ സോക്കായിട്ട് നല്ല അടിപൊളിയായിട്ട് നമുക്ക് കിട്ടും. അപ്പോൾ നമുക്കിത് കേക്കൊക്കെ കട്ട് ചെയ്തെടുക്കുന്ന പോലെ തന്നെ കട്ട് ചെയ്തിട്ട് കഴിക്കാവുന്നതാണ്. നല്ല ടേസ്റ്റുമാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ പെരുന്നാളിന് എന്തായാലും ട്രൈ ചെയ്ത് നോക്കുക. ഈസി ആയിട്ട് ആർക്കും ചെയ്തെടുക്കാനും പറ്റും.
അപ്പോൾ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ ഷെയർ ചെയ്യാനും മറക്കരുത് കേട്ടോ. അപ്പോൾ ഇൻഷാല്ലാ പുതിയൊരു നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് അടുത്തൊരു ദിവസം കാണാം. താങ്ക്